ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം, അല്ലെങ്കിൽ RTI ആക്ട് എന്ന് വിളിക്കുന്നത്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കാം. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും സുതാര്യതയും വിശ്വസ്തതയും വർദ്ധിപ്പിക്കുക, ഭരണ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുക, സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും സുതാര്യതയും വിശ്വസ്തതയും വർദ്ധിപ്പിക്കുക, ഭരണ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതൊക്കെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നിയമത്തിൻ്റെ ഘടന നോക്കാം. RTI ആക്ടിൻ്റെ സ്ട്രക്ചർ. ഇതിൽ 6 അധ്യായമുണ്ട്, 31 വകുപ്പുകളുണ്ട്, 2 ഷെഡ്യൂളുകളുമാണുള്ളത്. വിവരാവകാശ നിയമത്തിൽ ഉള്ള ആകെ അധ്യായങ്ങൾ 6, ആകെ വകുപ്പുകൾ 31, ആകെ ഷെഡ്യൂളുകൾ 2. ഷെഡ്യൂൾ 1 എന്താണ്? ഷെഡ്യൂൾ 1 പറയുന്നത് വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ അധികാരമേൽക്കുമ്പോൾ ചൊല്ലേണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകളെയും നിബന്ധനകളെയും പറ്റിയും പ്രതിപാദിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ അധികാരമേൽക്കുമ്പോൾ ചൊല്ലേണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകളും നിബന്ധനകളെയും പറ്റി പ്രതിപാദിക്കുന്നത് ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 2 ദേശീയ സുരക്ഷയുടെ ഭാഗമായി വിവരാവകാശ നിയമത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട പ്രത്യേക ഓഫീസുകൾ അല്ലെങ്കിൽ സുരക്ഷാ സ്ഥാപനങ്ങളെ ഇതിൽ പ്രതിപാദിക്കുന്നു. ദേശീയ സുരക്ഷയുടെ ഭാഗമായി വിവര അവകാശ നിയമത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട പ്രത്യേക ഓഫീസുകളും സുരക്ഷാ സ്ഥാപനങ്ങളെയും പറ്റിയും പ്രതിപാദിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ ഷെഡ്യൂളാണ് 2ാം ഷെഡ്യൂൾ. ചരിത്ര പശ്ചാത്തലവും രൂപീകരണവും. സ്വീഡൻ. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായി വിവര അവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് 1997 ഇന്ത്യയിലെ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം എന്താണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002നെയാണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശം. വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് അനുച്ഛേദമാണ് 19(1)(a). അനുച്ഛേദം 19(1)(a) പ്രകാരമാണ് വിവര അവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. വിവരാവകാശത്തെ ഒരു മൗലിക അവകാശമാക്കി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് അനുച്ഛേദം 19(1)(a) പ്രകാരമാണ്. ജനകീയ സമരങ്ങളും പ്രേരക ശക്തികളും. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ MKSS. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്താണ്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നതിന് പ്രധാന പ്രേരക ശക്തിയായിട്ടുള്ള സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട പ്രേരക ശക്തിയായിട്ട് മാറിയ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS. ഈ സംഘടനയെ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. MKSS മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. MKSS സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രമുഖ വനിതയാണ് അരുണ റോയ്.
അരുണ റോയിയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കാൻ പ്രധാനമായിട്ടും നേതൃത്വം നൽകിയ പ്രമുഖ വനിത അരുണ റോയ്. നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്നിവ സംഘടനയുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ച മറ്റ് പ്രധാന വ്യക്തിത്വങ്ങളാണ്. നിഖിൽ ദേയും ശങ്കർ സിംഗ് തുടങ്ങിയവരാണ് ഈ സംഘടനയുടെ രൂപീകരണത്തിൽ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ. നിയമനിർമ്മാണ നാഴികക്കല്ലുകൾ. ഇന്ത്യൻ പാർലമെന്റ് ഈ ഒരു നിയമം പാസ്സാക്കിയതെന്നാണ് 2005 ജൂൺ 15. 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത്. ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ഈ നിയമം നിലവിൽ വന്നത്, RTI ആക്ട് നിലവിൽ വന്നത്, ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന തീയതി 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് RTI ആക്ട് നിലവിൽ വന്നത്. ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമാണ് ഈ ഒരു RTI ആക്ടിന്റെ ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. ഈ ഒരു നിയമം പാസ്സാക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത് മൻമോഹൻ സിംഗ് ആണ്. അപേക്ഷാ ഫീസും അടയ്ക്കേണ്ട രീതികളെ കുറിച്ച് നോക്കാം. വിവരം തിരക്കാനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ മൂല്യം 10 രൂപയാണ്. വിവരം തിരക്കാൻ വേണ്ടിയുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ മൂല്യം 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPLകാർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. BPL അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ബാക്കിയുള്ളവർക്ക് വിവരം തിരക്കാനുള്ള അപേക്ഷാ ഫീസും അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ മൂല്യം 10 രൂപയാണ്. ഫീസ് അടയ്ക്കുന്ന 5 പ്രധാന രീതികളാണ്. കോർട്ട് ഫീ സ്റ്റാമ്പ് വഴി ഒട്ടിക്കാം. പിന്നെ ഗവൺമെന്റിന്റെ ട്രഷറിയിൽ നേരിട്ട് അടയ്ക്കാം. PIO അല്ലെങ്കിൽ APIO ഓഫീസിൽ നേരിട്ട് നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി അടയ്ക്കാം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അതായത് DD ആയിട്ടോ ബാങ്ക് ചെക്ക് വഴിയോ നമുക്ക് അടയ്ക്കാവുന്നതാണ്. പോസ്റ്റൽ ഓർഡർ വഴിയും നമുക്ക് അടയ്ക്കാം. ഫീസ് അടയ്ക്കുന്ന 5 പ്രധാനപ്പെട്ട രീതികളാണ് പറഞ്ഞത്. കോർട്ട് ഫീ സ്റ്റാമ്പ് വഴി ഒട്ടിക്കാം, ഗവൺമെന്റ് ട്രഷറിയിൽ നേരിട്ട് പോയി അടയ്ക്കാം, PIO അല്ലെങ്കിൽ APIO ഓഫീസിൽ നേരിട്ട് നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി അടയ്ക്കാം, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് വഴി അടയ്ക്കാം, പോസ്റ്റൽ ഓർഡർ വഴിയും നമുക്ക് ഇതിന്റെ ഫീസ് അടയ്ക്കാവുന്നതാണ്. കേരള സർക്കാരിന്റെ ഫീസുകളും പിഴകളും ഏറ്റവും പുതിയ രീതിയിലുള്ള പുതുക്കിയതാണ് നമ്മൾ പറയുന്നത്. കേരള സർക്കാരിന്റെ ഫീസുകളും പിഴകളും. A4 സൈസ് പേപ്പറിലെ പകർപ്പുകൾക്ക് പേജ് 1 3 രൂപയായിരുന്നു ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇത് 2 രൂപയായിരുന്നു. പുതുക്കിയ രൂപയാണ് പറഞ്ഞത്. പേജ് 1 3 രൂപയാണ് A4 സൈസ് പേപ്പറിലെ പകർപ്പുകൾക്ക് കേരള സർക്കാരിന്റെ ഫീസുകൾ. CD-യിൽ ഉൾപ്പെടുത്തി വരുന്നതിന് 75 രൂപയാണ് ഇപ്പോൾ വാങ്ങുന്നത്. നേരത്തെ ഇത് 50 രൂപയായിരുന്നു. പുതുക്കിയ രൂപ 75 രൂപ. CD ആയിട്ട് ഉൾപ്പെടുത്തി നൽകാൻ 75 രൂപയാണ് പുതുക്കിയ ഫീസായിട്ട് പറയുന്നത്. PIO വരുത്തുന്ന വീഴ്ചയ്ക്കുള്ള പിഴ ശിക്ഷ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്ന വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അതായത് PIOയ്ക്ക് ഒടുക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപ വീതവും പരമാവധി 25,000 രൂപ വരെയും ആണ്. PIO സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകാൻ വീഴ്ച വരുത്തിയെങ്കിൽ അദ്ദേഹം ഒടുക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപയും പരമാവധി 25,000 രൂപ വരെ ആകാവുന്നതുമാണ്. വിവരം ലഭിക്കേണ്ട സമയപരിധികൾ നോക്കാം. അപേക്ഷ സമർപ്പിച്ച് PIOയ്ക്കെങ്കിൽ അപേക്ഷ സമർപ്പിച്ചത് നമ്മളൊരു PIOയ്ക്കാണ്. അപ്പോൾ സമയപരിധി 30 ദിവസമാണ്. 30 ദിവസ സമയപരിധിക്കുള്ളിൽ നമുക്ക് വിവരം ലഭിക്കണം. അപേക്ഷ സമർപ്പിച്ചത് ഒരു APIOയ്ക്കാണെങ്കിൽ 35 ദിവസമാണ് സമയപരിധി പറയുന്നത്. അപേക്ഷ സമർപ്പിച്ചത് PIOയ്ക്കാണെങ്കിൽ 30 ദിവസം, APIOയ്ക്കാണെങ്കിൽ 35 ദിവസമാണ് സമയപരിധി. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും
സ്വാതന്ത്ര്യത്തിനെയും സംബന്ധിച്ചതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ വിവരം നൽകേണ്ടതാണ്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറാണ് സമയപരിധിയായിട്ട് പറയുന്നത്. അപേക്ഷ മറ്റൊരു വിവര അധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. ഈ ഒരു അപേക്ഷ മറ്റൊരു വിവര അധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസം. മൂന്നാം കക്ഷിയുടെ വിവരം ലഭിക്കാൻ, അതായത് തേർഡ് പാർട്ടിയുടെ വിവരം ലഭിക്കാൻ 40 ദിവസം സമയപരിധിയുണ്ട്. മൂന്നാം കക്ഷിയുടെ വിവരം ലഭിക്കാൻ 40 ദിവസമാണ് സമയപരിധി. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാനായിട്ട് 5 ദിവസം സമയമുണ്ട്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ടി 5 ദിവസത്തെ സമയപരിധി നൽകുന്നുണ്ട്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാൻ വേണ്ടി 10 ദിവസമാണ് സമയപരിധി നൽകിയിട്ടുള്ളത്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാൻ 10 ദിവസ സമയപരിധിയുണ്ട്. ഒന്നാം അപ്പീൽ നൽകാൻ വേണ്ടി തീരുമാനം ലഭിച്ച് അല്ലെങ്കിൽ ലഭിക്കേണ്ട സമയപരിധി കഴിഞ്ഞ് 30 ദിവസത്തിനകം നമ്മൾ ഒന്നാം അപ്പീൽ നൽകേണ്ടതാണ്. തീരുമാനം ലഭിച്ച് അല്ലെങ്കിൽ ലഭിക്കേണ്ട സമയപരിധി കഴിഞ്ഞിട്ട് 30 ദിവസത്തിനകം നമ്മൾ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടതാണ്. ഒന്നാം അപ്പീൽ തീർപ്പാകേണ്ടത് എപ്പോഴാണ്? ഒന്നാം അപ്പീൽ തീർപ്പാകേണ്ടത് 30 ദിവസത്തിനകം, പരമാവധി 45 ദിവസത്തിനകം തന്നെ ഒന്നാം അപ്പീലിന് തീർപ്പാക്കേണ്ടതാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനകമാണ്. മാക്സിമം പോയ പരമാവധി 45 ദിവസത്തിനകവും തീർപ്പാക്കേണ്ടതാണ്. അപ്പീലിന്റെ ഘടനയും കോടതിയുടെ അധികാരത്തെക്കുറിച്ച് നോക്കാം. അപ്പീൽ ഘടന, കോടതിയുടെ അധികാരം. ഒന്നാം അപ്പീൽ നൽകേണ്ടത് പ്രാദേശിക പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. പ്രാദേശിക പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതായത് PIOയ്ക്ക് നമ്മൾ കൊടുത്തത്, അദ്ദേഹത്തിനും തൊട്ട് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മൾ ഒന്നാം അപ്പീൽ നൽകേണ്ടത്. രണ്ടാം അപ്പീൽ നൽകേണ്ടത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് 90 ദിവസത്തിനുള്ളിൽ നൽകണം. രണ്ടാം അപ്പീൽ തീർപ്പാക്കാൻ കമ്മീഷനുകൾക്ക് സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. രണ്ടാം അപ്പീൽ നൽകേണ്ടത് നമ്മൾ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് 90 ദിവസത്തിനുള്ളിൽ നൽകിയിരിക്കണം. രണ്ടാം അപ്പീൽ തീർപ്പാക്കാൻ കമ്മീഷനുകൾക്ക് ഒരു സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. കോടതികളുടെ ഇടപെടൽ പരിധി. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതികൾക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച് കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല. സുപ്രീം കോടതികൾക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതികൾക്ക് പോലും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടുവാൻ അധികാരമില്ല. വിവരങ്ങളും ലഭ്യമാകുന്ന റെക്കോർഡുകളും 20 വർഷ പരിധി. അപേക്ഷിച്ച തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമാണ് അന്തിമമായിട്ടുള്ളത്. 20 വർഷത്തെ പരിധിയുണ്ട്. നമുക്ക് അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം ബാക്കിലോട്ട് മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ലഭ്യമാകുന്ന സുപ്രധാന വിവരങ്ങൾ: ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് വിവരങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, ഇമെയിൽ, സ്വകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ച് ലഭിക്കുന്ന പൊതുവിവരങ്ങൾ. ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്ന സുപ്രധാന വിവരങ്ങളാണ്. ഒന്നുകൂടെ നോക്കാം. ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃക, ഇലക്ട്രോണിക് വിവരം, സ്ഥിതിവിവര കണക്കുകൾ, ഇമെയിൽ, സ്വകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ച് ലഭിക്കുന്ന പൊതുവിവരങ്ങൾ എന്നിവയെല്ലാം വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന സുപ്രധാന വിവരങ്ങളാണ്. ലഭ്യമാകാത്ത വിവരമുണ്ട്, എക്സംപ്റ്റഡ് കാറ്റഗറിയായിട്ട് പറയുന്ന നോക്കാം. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ലഭ്യമല്ലാത്ത കാര്യങ്ങളാണ് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്നവ, വെളിപ്പെടുത്തരുതെന്ന് കോടതി വിലക്കിയവ, പാർലമെന്റിന്റെ പ്രത്യേക അവകാശ ലംഘനങ്ങൾ, ട്രേഡ് സീക്രട്ടുകൾ, ഭൗതിക സ്വത്തവകാശം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും, വിദേശത്ത് നിന്നും ലഭിച്ച രഹസ്യങ്ങൾ,
വ്യക്തിയുടെ ജീവനെ ബാധിക്കുന്നവ, ക്യാബിനറ്റ് പേപ്പറുകൾ എന്നിവ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമല്ല. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്നവ, വെളിപ്പെടുത്തരുതെന്ന് കോടതി വിലക്കിയവ, പാർലമെന്റിന്റെ പ്രത്യേക അവകാശ ലംഘനങ്ങൾ, ട്രേഡ് സീക്രട്ടുകൾ, ബൗദ്ധിക സ്വത്തവകാശം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും വിദേശത്തു നിന്നും ലഭിച്ച രഹസ്യങ്ങളും വ്യക്തിയുടെ ജീവനെ ബാധിക്കുന്നവയും ക്യാബിനറ്റ് പേപ്പറുകൾ എന്നിവ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകില്ല. ആദ്യകാല റെക്കോർഡുകളും വ്യക്തിത്വങ്ങളും. RTI അപേക്ഷ സമർപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഷാഹിദ് റാസ ബെർനൈ. ഷാഹിദ് റാസ ബെർനൈ ആണ് വിവരാവകാശ നിയമം സമർപ്പിച്ച ആദ്യത്തെ വ്യക്തി. ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാന കമ്മീഷനാണ് അരുണാചൽ പ്രദേശ്. ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന കമ്മീഷൻ അരുണാചൽ പ്രദേശാണ്. ടെലിഫോൺ അപേക്ഷ തുടങ്ങിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ടെലിഫോണിലൂടെ വിവരാവകാശ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഒഴിവാക്കപ്പെട്ട സുരക്ഷാ ഏജൻസികൾ. ഷെഡ്യൂൾ 2 പ്രകാരമാണ് ഒഴിവാക്കപ്പെട്ട സുരക്ഷാ ഏജൻസികളെ പറയുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം, ശ്രദ്ധിക്കുക. രാജ്യരക്ഷയെ മുൻനിർത്തി വിവരാവകാശ നിയമത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട സുപ്രധാന ഓഫീസുകൾ അല്ലെങ്കിൽ സുരക്ഷാ സ്ഥാപനങ്ങൾ ആണിവ. എന്നാൽ അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഏജൻസികളിൽ നിന്നും ആവശ്യപ്പെടാവുന്നതാണ്. രാജ്യരക്ഷയെ മുൻനിർത്തിയാണ് വിവരാവകാശ നിയമത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ട ചില സുപ്രധാന ഓഫീസുകളും സുരക്ഷാ സ്ഥാപനങ്ങളുമാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. എന്നാൽ അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഏജൻസിയിൽ നിന്നും നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട ഓഫീസുകളെ നോക്കാം. ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRI, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് അതായത് ED, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB, റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് RAW, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, അതേപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG, അതേപോലെ ആസാം റൈഫിൾസ്, സശസ്ത്ര സീമാബൽ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPGs, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO, ബോർഡർ റോഡ് ഡെവലപ്മെന്റ് ബോർഡ് BRO, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ടുള്ള NIA, നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ്, സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്. നമുക്ക് വിവരം ലഭിക്കാൻ സാധ്യമല്ലാത്ത പ്രധാനപ്പെട്ട വകുപ്പുകളും ഓഫീസുകളുമാണ് പറയുന്നത്. പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട സുപ്രധാന ഓഫീസുകളാണ് നമ്മൾ പറഞ്ഞത്. ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRI, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ED, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB, റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് RAW, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ഫോഴ്സ് CISF, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGs, ആസാം റൈഫിൾ, സശസ്ത്ര സീമാബൽ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPGs, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO, ബോർഡർ റോഡ് ഡെവലപ്മെന്റ് ബോർഡ് BRO, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA,
നാഷണൽ ഇൻവെസ്റ്റിഗേഷൻസ് ഗ്രിഡ്, സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ഇവയെല്ലാം ഒഴിവാക്കപ്പെട്ട പ്രധാന വകുപ്പുകളാണ്. 2019 ഭേദഗതികളും വിധി പ്രസ്താവനകളും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസിന്റെ വിധി. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പ്രസ്താവിച്ച ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസിന്റെ വിധിയാണ് പറയുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പ്രസ്താവിച്ച ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു. വിവരാവകാശ നിയമം ഭേദഗതി ബിൽ 2019. വിവരാവകാശ നിയമത്തെ ഭേദഗതി ചെയ്തു. ആ വർഷമാണ് 2019. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആയിരുന്നു. 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 അവതരിപ്പിച്ചത്. വിവരാവകാശ നിയമം ഭേദഗതി ബില്ല് 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 1. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 നിലവിൽ വന്ന തീയതി 2019 ഓഗസ്റ്റ് 1. കാലാവധി പിന്നെ ഭേദഗതി. കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു. കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് മാക്സിമം ആയിട്ട് പറയുന്നത്. ഇനി ശമ്പള ഘടന. CICക്ക് 2,50,000 വരെ മാക്സിമം കിട്ടാവുന്നതാണ്. മറ്റുള്ളവർക്ക് 2,25,000 രൂപ വരെ ലഭിക്കാവുന്നതാണ്. ശമ്പള ഘടന CICക്ക് 2,50,000, മറ്റുള്ളവർക്ക് 2,25,000 രൂപയാണ് പരമാവധി നൽകാവുന്ന ശമ്പളം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ ഒരു വിവരാവകാശ നിയമം എന്ന ഈ ഒരു വലിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.